എന്താ പിണങ്ങി പോക്ക്? എങ്ങോട്ട് പോണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകും. എന്തിനാ? എനിക്കൊന്നും വയ്യ, ഞാൻ പോവാ. ഇവിടെ ബാക്കിയുള്ളവന്റെ മനസ്സ് കാണാൻ ആരും ഇല്ലല്ലോ. 100 വട്ടം പറഞ്ഞു ഞാൻ അവനും കഴിച്ചിട്ടില്ല വിശ്വസിക്കില്ല അച്ഛാ. ഇവിടെ ഇത് തന്നെയാണ്. ഇവിടെ എന്തിനേയും കൊള്ളരുതായ യവൻ കാണിച്ചാലും നമ്മളാണ് പേരുദോഷക്കാർ. നമ്മളാ അടി കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാം. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? എന്തിനാ എവിടേക്ക് അങ്ങോട്ട് പോയത്? എന്തിനാ? ഞങ്ങള് ഷീട്ട് കളിക്കാന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ പോയി വട്ടണഞ്ഞിരിക്കാൻ പോയതല്ലേ. പറഞ്ഞാ പോയത്? അവര് ആഞ്ഞിലിന്റെ അളവൊന്നും മാവിന്റെ അളവ് നോക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ കനകം പറഞ്ഞു ഇന്ന് ഒഴിവല്ലേ അമ്മാവ, നമുക്ക് കുറച്ചു നേരം ഷീട്ട് കളിക്കാം. ഞാൻ നേരം പോക്കാണായിക്കോട്ടെ. അപ്പോഴേ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞു ആഞ്ഞില് നോക്കാൻ ഇവനെ കൂട്ടുണ്ടാന്ന്. ഇങ്ങനെയൊക്കെ ആവൂല്ല. അല്ല സാരമില്ല, എന്നാ ഒരു ഷീട്ട് കളിക്കാൻ ഇരിക്കാച്ചാ ഷീട്ടല്ലേ കളിക്കണ്ട്. ഇവ സാധനം എടുത്തിട്ട് വെച്ചു മദ്യം. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. സത്യം അത് ദേഷ്യം വന്നു. അമ്മ എന്നിട്ട് എന്നോട് പറയാൻ ചെയ്തേ ഇത്രയല്ലേ ഉള്ളത്, നമ്മൾ 3 പേരുടെ എങ്ങനെ അടിക്കോടെ എന്ന് ഒറ്റ ചവിട്ടാണ്ട് ഞാൻ പറഞ്ഞതൊന്നല്ല. മദ്യം കഴിക്കരുത്, ഇത് സർക്കാർ വാറ്റാണ്. മദ്യം വിഷാണ്, അത് കുടിക്കരുത്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ കരള് പോവും. കരള് സ്പോഞ്ച് പോലെയാണ്. അല്ല ശ്വാസകോശല്ലേ സ്പോഞ്ച് പോലെ. നീ മിണ്ടാതിരുന്ന അവിടെ പറഞ്ഞത് കേൾക്കണ്ടേ? എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് കഴിച്ചു. അഹങ്കാരി. എന്നാ അവൻ ഞാൻ പറഞ്ഞ ഉപദേശം കേട്ടു, അവന് മനസ്സിലായി. ഞാൻ കുടി നിർത്തി എന്ന് പറഞ്ഞു. അതല്ല, അവൻ കുടിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഞാനിത് പറഞ്ഞപ്പോ മദ്യം വിഷമാണ്, ഞാൻ ഇനി കുടിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഈ പോത്തിന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ലടാ, മക്കളെ പ്രായമുള്ളവരല്ലേ, നീയും കൂടെ ചേർന്ന് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ ഞാനും പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ലോ. ചങ്കെടുത്ത് കാണിച്ചാലും നിങ്ങളൊക്കെ ചെമ്പരത്തി പോവാന്ന് പറയും. എത്ര പറഞ്ഞാലെങ്കിലും വിശ്വസിക്കില്ല. അച്ഛാ, ഞാൻ പോലീസിന്റെ ഉള്ള മിഷൻ കൊണ്ടുപോവാ, ഞാൻ ഊതി കാണിച്ചു തരാം. നീ വിഷമിക്കണ്ട, ഇപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായത്. അമ്മാവൻ നല്ല പോലെ നിർബന്ധിച്ചു. വേണ്ടെന്ന് കേട്ടില്ല. ഞാൻ കണ്ട അനുസരിച്ച് കണ്ട പോട്ടടാ. എന്തിനടാ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് കൂടെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട്? ചേച്ചിയുടെ മകനും മരുവനും ഞാനെല്ലാം നാശാക്കിന്ന് ഉറപ്പല്ലേ? സത്യം. അങ്ങനെ ആണെങ്കിൽ ഞാൻ കഴിക്കാം. ഇപ്പോഴെങ്കിലും ഞങ്ങൾ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടല്ല. നില്ല്. പിന്നെ ഇവൻ ഒറ്റയ്ക്ക് കഴിക്കാനേ 3 ഗ്ലാസ് അവിടെ പറമ്പിലോട്ട് കൊണ്ടുപോയി. അത് പോയി എടുത്തോണ്ട് പോവാ. അല്ല നീ നോക്കണ്ട, നീയും കൂടെ പോയി എടുത്തോണ്ട് പോവാ. അവനവൻ കുരുക്കുന്ന കുരുകഴിച്ചെടുക്കുമ്പോ കുലുമാ, പരസ്പരം കുരുക്കുന്ന കുഴികളെ കുലുമാ.